മഹത്തരമായിരിക്കുന്ന ഭാഗവത മഹാഗ്രന്ഥമാണ് നമ്മൾ പാരായണം ചെയ്തിരിക്കുന്നത്. ആ ഭാഗവതത്തെ കുറിച്ച് പറയുന്നത് സർവശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് ദേവി ഭാഗവതമെന്നാണ്. അങ്ങനെ പറയാനുണ്ടായിരിക്കുന്ന കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദേവി ഭാഗവതം ജ്ഞാനപ്രവാഹം കൊണ്ട് സമ്പുഷ്ടമാണ്. മനുഷ്യൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കല്ല, സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരത്തെ നിർദ്ദേശിച്ചു തരുന്ന ശാസ്ത്രമാണ് ഭാഗവതം. വ്യാസൻ പറയുന്നത്, ഭൗതികതയെ ആധാരമാക്കിയ മനുഷ്യൻ എപ്പോഴും ഉത്കണ്ഠാകുലനായ മനുഷ്യനായിരിക്കും. ഭൗതിക ചിന്തകളിലേക്ക് നമ്മുടെ ചിന്തകൾ എപ്പോൾ വരുന്നോ അപ്പോൾ നമുക്ക് ഉത്കണ്ഠയുണ്ടാവും. അപ്പം ഭൗതികതയെ ആധാരമാക്കിയവരാണ് നമ്മളെല്ലാവരും. അപ്പം ഭൗതികതയെ ആധാരമാക്കിയ മനുഷ്യൻ എപ്പോഴും ഉത്കണ്ഠാകുലനായി ആയിരിക്കും. ആ ഉത്കണ്ഠാകുലരായ മനുഷ്യരെ ഉണർത്തി പരമജ്ഞാനത്തിലേക്ക് എത്തിക്കുകയാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. എല്ലാ കഥകളിലൂടെയും നമ്മളോട് പറയണത് നമ്മുടെ സുഖദുഃഖ കാരണം നാം തന്നെയാണ് എന്ന ജ്ഞാനത്തെ നമ്മുടെ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ഭഗവാനെ വേണ്ടവരായി മാറണം. ഭഗവാനിൽ നിന്ന് വേണ്ടവരായി മാറുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഭഗവാനെ വേണ്ടവരായി മാറണം എന്നാണ്. നമ്മുടെ പലപ്പോഴുമുള്ള പ്രാർത്ഥന ഭഗവാനിൽ നിന്ന് വേണം എന്നാണ്. നമ്മൾ ഓരോന്നും ഭഗവാനോട്, ദേവിയോട്, പൊന്നതമ്പുരാട്ടിയോട് ചോദിക്കുകയാണ്, തരണേ 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 എന്ന്. ദേവിയെ വേണം എന്നൊരു ചിന്തയിലേക്കാണ് ഭക്തൻ പടിപടിയായി ഉണരേണ്ടത്. അതിനെയാണ് പറയുന്നത്, നാം ഭഗവാനെ വേണ്ടവരായി മാറണം, ഭഗവാനിൽ നിന്ന് വേണ്ടവരല്ല ആകേണ്ടത്. ഭൗതിക അസ്തിത്വം മാറി മറിയും. നമ്മുടെ ഭൗതികമായ എല്ലാ അവസ്ഥകളും, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ അധികാരം, നമ്മുടെ ധനം, ഇതെല്ലാം മാറി മറിയും. പക്ഷേ കാലം ഇതിനെല്ലാം മാറ്റും. അത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കണം. ഭൗതികമായ എല്ലാ അസ്തിത്വങ്ങളും ഇന്നുള്ള പോലെ എന്നും നിലനിൽക്കില്ല എന്ന അടിസ്ഥാന തത്വം തിരിച്ചറിയണം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മാറും, നമ്മുടെ സൗന്ദര്യം മാറും, നമ്മുടെ പദവി മാറും, നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾ മാറും. ഇങ്ങനെ പലതും ഭൗതികമായതൊക്കെ മാറി മറിയും. പക്ഷേ ആത്മീയ അസ്തിത്വം ഒരിക്കലും മാറില്ല, അത് നിത്യമാണ്. ആ ആത്മീയ അസ്തിത്വം കൊണ്ട് അടിത്തറയുണ്ടാക്കി ഭൗതികതയിലേക്ക് വളരാനാണ് ദേവി ഭാഗവതം ഉപദേശിക്കുന്നത്. ആത്മീയ അസ്തിത്വം കൊണ്ട് അടിത്തറ ഉണ്ടാക്കണം. അതിനാണ് കുട്ടികളെയൊക്കെ യജ്ഞശാലയിൽ കൊണ്ടുവരണം. അതെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഒരു ആത്മീയ അസ്തിത്വം ഉണ്ടാകണം. നമ്മുടെ കുട്ടികൾക്ക് ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ല. എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാകുന്ന അവസരം ഉണ്ടായാൽ നമ്മളോട്ട് അതിന് വലിയ ശ്രദ്ധയും കൊടുക്കത്തില്ല. ഇപ്പം തന്നെ നമ്മൾ കണ്ടതാ, സരസ്വതി പൂജയിൽ നമ്മുടെ കുട്ടികൾ, എത്രയോ കുട്ടികൾ പങ്കെടുക്കാൻ പറ്റുന്ന അവസരത്തിൽ നമ്മുടെ ചുറ്റിനുമുണ്ട്. 11 കുട്ടികളാണ് പങ്കെടുത്തത്. ഇപ്പം വിദ്യ അഭ്യസിക്കുന്ന, ശരിയാ 10-12 വയസ്സായ ചിലവ് പറഞ്ഞാൽ കേൾക്കത്തില്ല. അതിന് താഴെയുള്ള കുട്ടികളെ അമ്മമാർ ഒന്ന് നിർബന്ധിച്ച് കയ്യെ പിടിച്ച് കുളിപ്പിച്ച് ഈ പുസ്തകവുമായി ഈ യജ്ഞശാലയിൽ എത്താൻ നമ്മളൊന്ന് ശ്രമിച്ചോ? പിന്നീട് പലതരത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മളതിനൊരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ലോക ജനത ഈ ആത്മീയ അസ്തിത്വത്തിലേക്ക് തങ്ങളുടെ തലമുറയെ കൊണ്ടുവരാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ബോംബെയിൽ ഒരു സപ്താഹത്തിന് പോയി. ആ ബോംബെയിൽ പോയ സ്ഥലം ആറ്റോമിക് റിസർച്ച് സെൻ്ററാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിനകത്തെ ഒരു ക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രം. മണ്ണടിക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ബിജു ഉണ്ടല്ലോ, ശിവനമ്പലത്തിലൂടെ ബിജുവിൻ്റെ പെങ്ങൾ തൊട്ടടുത്ത് അവിടെ അവരുടെ ഭർത്താവ് അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്. ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോയി വലിയ സ്വീകരണമൊക്കെ ലഭിച്ചു. ഇവിടുന്ന് പലരും അറിഞ്ഞവിടെ കാണാൻ വന്നു. ഇവിടുന്ന് പലരും ബോംബെയിലുള്ള മരിച്ചുപോയ ബാബു സാറൊക്കെ അവിടെ എത്തി. അപ്പം
അപ്പോൾ അവിടെ വളരെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ശാസ്ത്രജ്ഞന്മാരുടെ മക്കളെ മുഴുവൻ വിദ്യാഗോപാല മന്ത്രം അർച്ചനയ്ക്ക് കൊണ്ടിരുത്തി 370 കുട്ടികളിരുന്നു. അതിശയം തോന്നി. അതെപ്പോഴാണെന്നറിയാവോ? രാവിലെ 3:30. കാരണം അവിടെ ക്ലാസ് തുടങ്ങുന്നത് 4 മണിക്കാണ് വെളുപ്പിന്. അപ്പോൾ ഈ 4 മണിക്ക് ക്ലാസ്സിന് പോകുന്ന കുട്ടികളെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 10ലും 12ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഇവരെ എല്ലാം 3:30 ആയപ്പോൾ ഇത് ഇങ്ങനെ അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞു, സാറേ അവർക്ക് വരാൻ പറ്റില്ല, 4 മണിക്ക് സ്കൂളിൽ പോകണം. പിന്നെ പഠന കാര്യങ്ങളായിട്ട് അപ്പോൾ അവർക്ക് പറ്റുന്ന സമയം രാവിലെ ഒരു 3 മണിയാണ്. അത് പറ്റുമോ? റെഡിയാണെന്ന് പറഞ്ഞു എല്ലാവരും. അപ്പം 3 മണിക്ക് ഏതാണ്ട് 370-ൽ പരം കുട്ടികൾ, അതെല്ലാം വലിയ വലിയ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞന്മാരുടെ മക്കളാണ്. അപ്പം അവർക്ക് ആ ബോധമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും ഇതിന് വലിയ ശ്രദ്ധ കൊടുക്കണില്ല. നമുക്കാർക്കും ഇതിനോട് താല്പര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ പോവാ. ആ താല്പര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ ഇനി 1000 യജ്ഞം നടത്തിയിട്ട് ഒരു കാര്യമില്ല. അടുത്ത തലമുറയിലേക്ക് ഈ ആത്മീയ ചിന്തകളെ കൊടുത്തില്ലെങ്കിൽ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാളായാലും 2ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആൾ കൂടത്തില്ല നമുക്കറിയാം. കാരണം ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും ആളനക്കം കുറവായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ആവശ്യമാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മീയ അസ്തിത്വം കൊണ്ട് അടിത്തറയുണ്ടാക്കി ആത്മീയ ഈ ഭൗതികതയിലേക്ക് വളരണം.